2025 മാർച്ച് 29 BCCIയുടെ ഒരു യോഗം ഗുവാഹത്തിയിൽ നിന്ന് നടക്കേണ്ടതായിരുന്നു. മെൻസ് ക്രിക്കറ്റ് ടീമിന്റെ സെൻട്രൽ കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടും ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ഭാവിയെക്കുറിച്ചും ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരെ തുടരണമോ അതോ യങ്സ്റ്റേഴ്സിലേക്ക് പോകണമോ, അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയെ ടെസ്റ്റിൽ ക്യാപ്റ്റൻസിയിൽ നിലനിർത്തണമോ അതോ ഏതെങ്കിലും പുതിയ ക്യാപ്റ്റനിലേക്ക് മാറി ചിന്തിക്കണമോ എന്നൊക്കെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആയിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ BCCI ഉദ്ധരിച്ചുകൊണ്ട് അറിയാൻ കഴിഞ്ഞത് അജിത് അഗാക്കറും ഗൗതം ഗംഭീറും ഇന്ത്യക്ക് പുറത്താണ്. അവർ വന്നതിന് ശേഷം ഈ ദിവസങ്ങൾ തന്നെ നടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് തന്നെ ആണ് നടക്കേണ്ടിയിരുന്നത്. രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ, വിരാട് കോഹ്ലി എന്നിവർ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അവർ A+ കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. അവരെ A+ കാറ്റഗറിയിൽ തന്നെ തുടരുമോ അതോ A കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ബുംറ എന്തായാലും A+ കാറ്റഗറിയിൽ തന്നെ തുടരാനാണ് ചാൻസ് കാണുന്നത്. അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തായ ഇഷാൻ കിഷനും ശ്രേയസ് അയ്യറിനെയും തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്റ്റിലേക്ക് തിരിച്ചു വരാനാണ് ചാൻസ് കൂടുതൽ. ത്രൂ ഔട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലാണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിലാണെങ്കിലും ഇപ്പോൾ IPL മത്സരത്തിലാണെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രേയസ് അയ്യറിനായി. ശ്രേയസ് അയ്യർ തിരിച്ച് കോൺട്രാക്റ്റിലേക്ക് മടങ്ങി വരാനാണ് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ എന്തായാലും ശ്രേയസ് അയ്യറിനും ആയി. ആ ഒരു പെർഫോമൻസ് പുള്ളിക്കും കോൺട്രാക്റ്റിലേക്ക് മടങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇഷാൻ കിഷന്റെ കാര്യത്തിലാണ് പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വലിയ പെർഫോമൻസ് ഒന്നും പുള്ളി കാഴ്ചവെച്ചില്ല. എന്നാൽ IPL ഫസ്റ്റ് മത്സരത്തിൽ വന്നൊരു 100 റൺസ് എടുക്കാൻ എന്നായി. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. ഈ പ്രാവശ്യം എന്തായാലും ചിലപ്പോൾ പുള്ളിയെ തടയപ്പെടാനായിരിക്കും ഇഷാൻ കിഷനെ ചാൻസ് എന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം വരുൺ ചക്രവർത്തി നല്ല പെർഫോമൻസ് ആണ് വരുൺ ചക്രവർത്തി ചാമ്പ്യൻസ് ട്രോഫിയിലായാലും 2020 സീരീസിലായാലും കാഴ്ചവെക്കുന്നത്. ശ്രേയസ് അയ്യറിനൊപ്പം വരുൺ ചക്രവർത്തിയെയും കൂടെ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്താനാണ് ചാൻസ് കാണുന്നത്. അതോടൊപ്പം പിന്നെ നോക്കുന്നത് യങ്സ്റ്റേഴ്സിന്റെ കാര്യമാണ്. അഭിഷേക് ശർമ്മയും നിതീഷ് കുമാർ റെഡ്ഡിയും. അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം 2020 നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അഭിഷേക് ശർമ്മയ്ക്കായി. എന്നാൽ IPL ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ 2 മത്സരത്തിൽ കഴിഞ്ഞില്ല. ചിലപ്പോൾ അഭിഷേക് ശർമ്മ ചിലപ്പോൾ തള്ളപ്പെടാനായിരിക്കാൻ ചാൻസ്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് നോക്കുമ്പോൾ 2020 ടെസ്റ്റിലായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ചിലപ്പോൾ നിതീഷ് കുമാറിനെയും കോൺട്രാക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഈ പ്രാവശ്യം ചിലപ്പോൾ തള്ളപ്പെടാനായിരിക്കാം ചാൻസ് അവിടെ കാണുന്നത്. അതോടൊപ്പം B ഗ്രേഡിൽ ആയിരുന്ന അക്ഷർ പട്ടേലിനെ പ്രൊമോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. A ഗ്രേഡിലേക്ക് വരുമെന്നാണ് നിൽക്കാൻ കഴിഞ്ഞത്. അക്ഷർ പട്ടേലും ചാമ്പ്യൻസ് ട്രോഫിയിലായാലും ടെസ്റ്റ് മത്സരങ്ങളിലായാലും ഉടനീളം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഡൽഹിയുടെ ക്യാപ്റ്റനും കൂടെയാണ്. എന്തായാലും പുള്ളിക്ക് B ഗ്രേഡിൽ നിന്ന് A ഗ്രേഡിലോട്ട് പ്രൊമോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് കേൾക്കുവാൻ കഴിയുന്നത്. BCCIയുടെ കരാറുകൾ ഈ പറയുന്ന രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. A+ ഗ്രേഡിൽ 7 കോടിയും A ഗ്രേഡിൽ 5 കോടിയും B ഗ്രേഡിൽ 3 കോടിയും C ഗ്രേഡിൽ 1 കോടിയുമാണ് നൽകപ്പെടുന്നത്. ക്വാളിഫിക്കേഷൻ സിനാരിയോ പരിശോധിക്കുമ്പോൾ 3 ടെസ്റ്റ് മത്സരവും 1 ODIയും 10 2020 മത്സരവും 1 വർഷത്തിനകം കളിച്ചിരിക്കണം. ഇതാണ് ക്രൈറ്റീരിയ. എന്തായാലും ഇന്ന് ഒരു നിർണായക മീറ്റിംഗ് തന്നെ ആയിരുന്നു നടക്കേണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഭാവി, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ടെസ്റ്റിൽ കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും എത്ര നാൾ ഇനി ടെസ്റ്റിൽ തുടരാൻ കഴിയും അതോ പുതിയ യങ്സ്റ്റേഴ്സിലേക്ക് മാറണമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് തന്നെ ആയിരുന്നു. എന്തായാലും BCCIയെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ കോൺട്രാക്റ്റും ജൂലൈയിൽ നടക്കുന്ന ഈ 2 ടെസ്റ്റും BCCIയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഉടനെ തന്നെ നടക്കുമെന്നാണ് കരുതുന്നത്.